ഹലോ, ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കുട്ടി ബിരിയാണി എൻ്റെതായ രീതി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒണിയൻ, ജിഞ്ചർ, ഗാർലിക്, ചില്ലി, ടൊമാറ്റോ, ബോൺലെസ് ചിക്കൻ. റൈസ് എടുത്തേക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ്. ഫസ്റ്റ് തന്നെ ബസുമതി റൈസിനെ സോക്ക് ചെയ്യാൻ കുറച്ച് നേരം വെച്ചു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി. അതിനുശേഷം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ മസാലക്കൂട്ടുകളും ഇട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു, ലെമൺ ജ്യൂസ് ഒഴിച്ചു, അതിനുശേഷം കേർഡ് ഒഴിച്ചു. ഇതെല്ലാം കൂടെ വെച്ച് നമ്മുടെ ചിക്കൻ കുറച്ച് നേരം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് ആണ് എനിക്ക് മാക്സിമം വെക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ് നമ്മുടെ പാൻ എടുത്ത് പാനിലേക്ക് ഗീ ഒഴിച്ച് കുറച്ച് നേരം നന്നായി ഗീ ചൂടായതിനു ശേഷം നമ്മുടെ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. സവാള നന്നായി ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടാറുള്ളതാണ്. എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തു. സെയിം പാനിലേക്ക് തന്നെ കിസ്മിസും അതിന് ശേഷം നമ്മൾ പട്ടയും ഗ്രാമ്പും ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാൻ പോവാണ്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ മുളക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ടതും അതുപോലെ തന്നെ സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ എടുത്ത് നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാനിലോട്ട് ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിയിടാൻ പോകുന്നത്. അതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് മസാലക്കൂട്ടിൽ. നേരത്തെ ചേർത്തതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാ പൊടികളും അതിലേക്ക് നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് വേവിക്കാൻ വെക്കുക. ഒരു കുറച്ച് വെള്ളം കൂടെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റവിൽ നമ്മുടെ റൈസ് ഇവിടെ ബോയിലായിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ചിക്കനിലേക്ക് പിന്നെ ടൊമാറ്റോയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം എൻ്റെ കിച്ചൻ്റെ കാര്യമെല്ലാം ഇപ്പോൾ ഒരു കുളമായിട്ടുണ്ട്. ഇത്രയും പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം ശരിയാക്കണം. ഇനി 2 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈസ് ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്, ചിക്കനും സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ ഒന്ന് മിക്സ് ചെയ്യണം. റൈസ് ആദ്യം ലെയർ ഇട്ടു, പിന്നെ അതിലേക്ക് മല്ലിയില, പുതിനയില, അതിൻ്റെ മുകളിൽ കിസ്മിസ്, ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ, അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ, പിന്നെയും അതിൻ്റെ മുകളിലേക്ക് റൈസ്. ഇങ്ങനെ നമ്മൾ 2-3 ലെയറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് ദം ചെയ്യാൻ വേണ്ടി ചെറിയ തീയിലൊന്ന് വെക്കുക. ആ സമയം കൊണ്ട് ഞാൻ പോയി കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അതിനുശേഷം സലാഡും പപ്പടവും റെഡിയാക്കി. പിന്നെ ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ 2 പ്ലേറ്റിലായിട്ട് സെർവ് ചെയ്തു. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് കഴിച്ചു. യമ്മി ബിരിയാണി ആയിരുന്നു. താങ്ക് യു. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക.